ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലും അംഗൻവാടിയിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള കണ്ണൂർ ശിശു പരിചരണ കേന്ദ്രത്തിലേക്ക് കെയർ ടേക്കേഴ്സിൻ്റെ ഒഴിവ് വന്നിട്ടുണ്ട്. മിനിമം +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പാസ്സായ 28-നും 42 വയസ്സിനുള്ളിൽ പ്രായമുള്ളവരും കുട്ടികളുടെ പരിചരണ രംഗത്ത് പ്രവർത്തന പരിചയമുള്ളവരുമായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. യോഗ്യതയുള്ളവർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ജൂൺ 26 രാവിലെ 10 മണിക്ക് പിണറായി പുത്തനകത്തുള്ള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ വീട് ശിശു പരിചരണ കേന്ദ്രത്തിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ ലെക്ചറർ തസ്തികകളിലേക്കുള്ള അഭിമുഖം ജൂൺ 24 രാവിലെ 10 മണിക്ക് നടക്കും. ITI ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത ട്രേഡ്സ്മാൻ ഉണ്ടായിരിക്കണം. സിവിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള BTech ആണ് ലെക്ചററുടെ യോഗ്യത വരുന്നത്. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം കോളേജിൽ നേരിട്ട് ഹാജരാകണം. അടുത്തത് വയനാട് ജില്ലയിൽ വൈത്തിരി പഞ്ചായത്തിലെ വൈത്തിരി ടൗൺ അങ്കണവാടിയിൽ ക്രഷ് ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വൈത്തിരി പഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായ 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യോഗ്യത SLC പാസ്സായിരിക്കണം. താല്പര്യമുള്ളവർ ജൂൺ 30 വൈകുന്നേരം 5 മണിക്കകം വൈത്തിരി വില്ലേജ് ഓഫീസിന് സമീപമുള്ള കൽപ്പറ്റ അഡീഷണൽ ICDS ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ ഫോറത്തിൻ്റെ മാതൃക ഓഫീസിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ തിരുനെല്ലി ഗവൺമെൻറ് ആശ്രമ സ്കൂൾ 2026-27 അധ്യയന വർഷത്തിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ, ലൈബ്രറിയൻ തസ്തികകളിലെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർക്ക് വേണ്ട യോഗ്യത. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ബിരുദമാണ് ലൈബ്രറിയൻ തസ്തികയുടെ യോഗ്യത. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂൺ 24 രാവിലെ 10:30 ഓഫീസിൽ വാക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. ഈ സ്ഥാപനത്തിൽ 3 വർഷമോ അതിലധികമോ ജോലി നോക്കിയവർ അപേക്ഷിക്കേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ വാഴവറ്റ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ലാബിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യൻ നിയമനം നടത്തുന്നുണ്ട്. MLT ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദവും കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളും ബയോഡേറ്റയും സഹിതം ജൂൺ 26 രാവിലെ 10:30 മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രിയിൽ 179 ദിവസത്തേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനത്തിനുള്ള അഭിമുഖം ജൂൺ 26 രാവിലെ 11 മണിക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കും. യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 DCA അല്ലെങ്കിൽ PGDCയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. താല്പര്യമുള്ളവർ അപേക്ഷയും ഫോട്ടോ പതിച്ച ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളും ആധാർ കാർഡും ജനനത്തീയതിയും പ്രായവും തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും സഹിതം രാവിലെ 10 മണിക്ക് മുമ്പ് ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം HDSന് കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനത്തിന് ജൂൺ 30 രാവിലെ 11 മണിക്ക് KMCH സൂപ്രണ്ട് ഓഫീസിൽ അഭിമുഖം നടത്തും. യോഗ്യത BComഉം PGDCയുമാണ്. പ്രായപരിധി 25 മുതൽ 50 വയസ്സ് വരെയാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാകണം. അടുത്തത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ്, കാർഡിയോവാസ്കുലർ ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. അഭിമുഖം ജൂൺ 29-30 തീയതികളിൽ നടക്കും. ഫാർമസിസ്റ്റ് തസ്തികയിലേക്കുള്ള അഭിമുഖം ജൂൺ 29 രാവിലെ 10:30 യോഗ്യത ഗവൺമെൻറ് അംഗീകൃത DPharmഉം കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുമാണ്. കാർഡിയോവാസ്കുലർ ടെക്നീഷ്യൻ തസ്തികയിലേക്കുള്ള അഭിമുഖം ജൂൺ 30 രാവിലെ 10:30 നടക്കും. യോഗ്യത ഗവൺമെൻറ് അംഗീകൃത BCVT അല്ലെങ്കിൽ DCVTയും
TMT അല്ലെങ്കിൽ എക്കോ ടെക്നീഷ്യൻ അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ ടെക്നീഷ്യനായിട്ടുള്ള പ്രവൃത്തി പരിചയവുമാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡ് എന്നിവ സഹിതം നിശ്ചയിച്ച സമയത്തിന് അരമണിക്കൂർ മുമ്പ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ മീൻവല്ലം, പാലക്കുഴി സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളിലേക്ക് കരാർ നിയമനം നടത്തുന്നുണ്ട്. ഷിഫ്റ്റ് ഓപ്പറേറ്റർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ, ഷിഫ്റ്റ് അസിസ്റ്റന്റ്, ITI അല്ലെങ്കിൽ ITC, ഇലക്ട്രീഷ്യൻ, വാർമാൻ എന്നീ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ജലവൈദ്യുത പദ്ധതികൾ, വൈദ്യുത നിലയങ്ങൾ, സബ്സ്റ്റേഷനുകൾ അല്ലെങ്കിൽ അനുബന്ധ മേഖലയിലെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ജൂൺ 26 വൈകിട്ട് 5 മണിക്ക് മുമ്പായി ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിലുള്ള പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനി ലിമിറ്റഡ് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.